ഈ ഡിസ്കഷനിൽ ബെഞ്ചമിനെ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിപ്പിക്കുമായിരുന്നല്ലോ. എന്നാൽ താൻ എന്തുകൊണ്ട് വന്നു? സോറി സർ. ബെഞ്ചമിൻ, നമ്മളെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ചെല്ലേണ്ടത്. അല്ലാത്ത ഇടങ്ങളിൽ നമ്മൾ അധികപ്പറ്റായിരിക്കും. ശ്യാമ, അമൃത മാഡം, ദേ ഇയാളുടെ കയ്യിൽ ഇരിക്കുന്നതാണോ വിൽപത്രം എന്നൊന്ന് നോക്കി. അതെ, ഇത് തന്നെയാ. ദൃശ്യങ്ങളുടെ സമയം കണക്കിലെടുത്താൽ ഏകദേശം 10 മണിയോടെ 9:57 ഈ വീടിനകത്ത് കയറിയിട്ടുണ്ട്. അന്ന് ഞാൻ ശ്യാമയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനപ്പോ ശ്യാമയുടെ മുറിയിലായിരുന്നു. പക്ഷേ വന്നയാൾ തിരിച്ചു പോയിരിക്കുന്നത് 1 മണിക്ക് ശേഷവും. അതായത് ഈ വീടിനകത്ത് കയറിയ കള്ളൻ 3 മണിക്കൂറോളം ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അയ്യോ ഈശ്വരാ. വരുൺ, അപ്പോ വന്ന ആളുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരിക്കും? എന്തായാലും മറ്റൊന്നും സംഭവിക്കാത്തതുകൊണ്ട് വിൽപത്രം തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ അതെന്തിനായിരിക്കും? മൂന്നാമതൊരാൾക്ക് ഒരു ഉപയോഗവും ഇല്ലാത്തൊരു വിൽപത്രം ഇത്രയും റിസ്ക് എടുത്ത് ഈ വീട്ടിനകത്തുനിന്ന് മോഷ്ടിക്കണമെങ്കിൽ സംതിങ് റോങ്. ശ്യാമ, മാഡം, ആഭരണങ്ങളോ പണമോ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല വരുൺ, അങ്ങനെയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എങ്കിൽ പിന്നെ ACP വിളിച്ചൊന്ന് പറഞ്ഞാലോ? അദ്ദേഹം ഒന്ന് തെളിവ് മറ്റൊക്കെ നോക്കുമല്ലോ. എന്തായാലും റിപ്പോർട്ട് ചെയ്യണം. വരുൺ, മുൻപ് ഹോട്ടലിൽ വെച്ച് നമ്മുടെ പുറകെ വന്ന ആളില്ലേ, അതിനുശേഷം അമ്മയ്ക്ക് കയ്യിൽ വെടിയേറ്റപ്പോ അത് ചെയ്ത ആള്, അതിൻ്റെ ഒക്കെ വിഷ്വൽസ് ACP നമ്മളെ കാണിച്ചതല്ലേ? അതേ ആള് തന്നെയല്ലേ ഇപ്പോഴും വന്നത്? കറക്റ്റ്. അതെ, നമുക്ക് പുറകെയുള്ള ആള് ശ്യാമ മാഡത്തിന് പുറകെയുണ്ട്. മാഡം, കോമൺ ആയിട്ട് ഒരു ശത്രു നമ്മുടെ എല്ലാം പുറകെയുണ്ട്. ഇനി മാഡം കുറച്ച് സൂക്ഷിച്ചേ പറ്റൂ. വേണം വരുൺ. മുൻപാണെങ്കിൽ ആരെങ്കിലും വരട്ടെ, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് ചിന്തിക്കായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. എനിക്ക് ഇവളുടെ കൂടെ ഒരുപാട് ജീവിക്കണം, എന്റെ ആഗ്രഹങ്ങളൊക്കെ തീരുന്നത് വരെ. ശ്യാമ, ശ്യാമ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിട്ട്. ഏടത്തി അത് ഭദ്രമായിട്ട് വെച്ചല്ലോ. അത് വിദഗ്ധമായിട്ട് ഒരാളത് മോഷ്ടിച്ചു. അതെങ്ങനെ ഏടത്തിയുടെ തെറ്റാവും? വിൽപത്രം പോയാലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോതാ ഇവരുടെ രണ്ടുപേരുടെ പേരിൽ എനിക്ക് നേരിട്ട് എല്ലാം രജിസ്റ്റർ ചെയ്യാലോ. അത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നടത്തിക്കോളാം. ആരായിരിക്കും ശത്രു എന്ന് ഞാൻ ആലോചിക്കുന്നത്. എല്ലാ രീതിയിലും നമുക്ക് പറയുള്ള ആ ശത്രു. ഗുഡ് മോർണിംഗ് സർ. തായിരിക്കെ മനോഹർ, ഒരു 25 crores നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കേണ്ടി വരും. അത് എല്ലാ ബാങ്കുകളിൽ നിന്നുമായിട്ട് മതി. ലിക്വിഡ് ക്യാഷ് തന്നെ വേണം. സർ, ഇത്രയും വലിയൊരു എമൗണ്ട് ലിക്വിഡ് ക്യാഷ് ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബാങ്കിൽ നിന്ന് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വേറെ സോഴ്സ് എന്താ? നമ്മൾ സാധാരണ അത്ര സോഴ്സ് ഉപയോഗിക്കാറില്ലെങ്കിലും
നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് വ്യാപകമായ ഒരു കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. എങ്കിൽ മനോഹർ വേഗം അതൊന്ന് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്നെ അറിയിക്കണം. സർ, ഈ പിൻവലിക്കുന്ന പണം എന്താവശ്യത്തിനാണെന്നാണ് കാണിക്കുക? അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. തൽക്കാലം താൻ അവരെ വിളിച്ച് കാര്യം അന്വേഷിക്കുക. സോറി സാർ, ഞാനിപ്പോ മുറിക്ക് പുറത്ത് നിന്ന് സാറിന്റെ സംസാരം കേൾക്കുമായിരുന്നു. സാർ പറയുന്നതുകൊണ്ട് വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. കമ്പനിയുടെ ഇപ്പോഴത്തെ പൊസിഷനിൽ ഈ 25 crores ഒക്കെ പിൻവലിക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല. സ്ഥാപനത്തിൽ എന്തൊക്കെ പോസിബിൾ ആണ്, എന്തൊക്കെ ഇമ്പോസിബിൾ ആണെന്ന് ബെഞ്ചമിൻ എന്നെ പഠിപ്പിക്കുകയാണോ? അങ്ങനെയല്ല സാർ. മനോഹർ ഈ മുറിയിലേക്ക് വന്ന് കയറിയപ്പോ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് താൻ പുറത്തുനിന്ന് കേട്ടുവെന്ന് താൻ പറഞ്ഞു. അത് തെറ്റല്ലേ? താൻ പഠിച്ച ഓഫീസ് ഡിസിപ്ലിനിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ? സാർ, ഈ ഡിസ്കഷനിൽ ബെഞ്ചമിനെ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിപ്പിക്കുമായിരുന്നല്ലോ. എന്നാൽ താൻ എന്തുകൊണ്ട് വന്നു? സോറി സാർ. ബെഞ്ചമിൻ, നമ്മളെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ചെല്ലേണ്ടത്. അല്ലാത്ത ഇടങ്ങളിൽ നമ്മൾ അധികപ്പറ്റായിരിക്കും. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. യു മേ ഗോ. ഈ കാര്യത്തിൽ മനോഹർ ബെഞ്ചമിനോട് അഭിപ്രായം ചോദിക്കണമെന്നില്ല. എന്ത് കാര്യമുണ്ടായാലും നേരിട്ട് എന്നോട് റിപ്പോർട്ട് ചെയ്താൽ മതി. ശരി സർ. ഹലോ സാർ, ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ? പരമേശ്വരൻ സാറിന് എന്നെ എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. എന്താ അങ്ങനെ തോന്നാൻ? അദ്ദേഹം മനോഹരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ അത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടമായില്ല. കുറച്ച് ഷാർപ്പായിട്ട് തന്നെ എന്നോട് സംസാരിച്ചു. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തോ കണ്ടുപിടിച്ചു എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ബെഞ്ചമിൻ, ബിസിനസ് കാര്യങ്ങളിൽ ഏട്ടന്റെ കണ്ണുകൾ ഷാർപ്പാ. പ്രായം നോക്കണ്ട. കണിമംഗലം ഗ്രൂപ്പിന്റെ ഒരു വീഴ്ച ഏട്ടൻ സഹിക്കില്ല. അതിനുവേണ്ടി സകല സന്നാഹങ്ങളും എടുത്ത് ഏട്ടൻ ഇറങ്ങും. പക്ഷേ നമ്മൾ നേട്ടത്തിന്റെ തൊട്ടടുത്ത. ഒരു കാരണവശാലും തളർന്നു പോകരുത്. എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. സിറ്റുവേഷൻ എന്താണെന്ന് കൃത്യമായി ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ.